പ്രമേഹമുള്ളവരിൽ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, കേരളത്തിലിപ്പോൾ ഏറ്റവും കൂടുതൽ രോഗികളുള്ള ഒരു അസുഖമാണ് ഇപ്പോൾ ഈ പ്രമേഹം എന്ന് പറയുന്നത്. ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നാണ് ഇപ്പോൾ കേരളത്തെക്കുറിച്ചുള്ള ഒരു വിളിപ്പേര്. കൊച്ചി VPS ലേക്ക് ഷോർ ആശുപത്രിയിലെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ ആർ പത്മകുമാർ വരികയാണ് ഈ കാര്യത്തെക്കുറിച്ച് നമ്മോട് പറയാൻ. വെൽക്കം ഡോക്ടർ. Family Doctor, supported by VPS Lakeshore. പ്രമേഹ രോഗികൾക്ക് ശസ്ത്രക്രിയ താക്കോൽ ദ്വാരത്തിലൂടെ ചെയ്യുമ്പോഴത്തേക്കുള്ള വലിയൊരു പ്രയോജനം എന്ന് വെച്ചാൽ മുറിവുണ്ടാവുമ്പോഴാണ് മുറിവ് പഴുക്കാനുള്ള സാധ്യത. പഴുത്ത് കഴിഞ്ഞാൽ മുറിവ് ഉണങ്ങില്ല, ഉണങ്ങാതിരുന്ന് കഴിഞ്ഞാൽ അതുവഴി ഹെർണിയ വരും. അതുകൊണ്ട് തന്നെ മുറിവ് ഏറ്റവും കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആ ഒരു അണുബാധ അതുകൊണ്ടുള്ള പ്രയാസങ്ങൾ വളരെയധികം വ്യത്യാസം വരും. പിന്നെ നമ്മൾ പ്രമേഹമുള്ളവർക്ക് പ്രമേഹം മാറ്റാനും കീഹോൾ സർജറി ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കുള്ള ഏറ്റവും വലിയ പ്രയോജനം എന്താ? ആൾക്കാർ പറയും പ്രമേഹം ഉള്ളതുകൊണ്ട് മുറിവിൻ്റെ എന്തെങ്കിലും വിഷമോ. ഞാൻ പറയും അടുത്ത ദിവസം നിങ്ങൾക്ക് പ്രമേഹം മാറിയല്ലോ എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിലും മുറിവില്ലാതെ എന്ത് സർജറി ചെയ്താലും പ്രമേഹം എത്രയുള്ളവർക്കാണെന്നുണ്ടെങ്കിലും വളരെയധികം പ്രയോജനമാണ്. പക്ഷേ നമ്മൾ സാധാരണ രീതിയിൽ എപ്പോഴും പറയും ഒരു ലെവലിലേക്കെങ്കിലും ഒന്ന് ഡയബറ്റീസ് കൺട്രോൾ ആക്കിയാൽ മാത്രമേ മറ്റ് സിസ്റ്റത്തിനുള്ള വ്യത്യാസങ്ങളെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റൂ. ശരിക്കും പ്രമേഹം ഈ കീഹോൾ സർജറികളെ ദോഷമായിട്ട് ബാധിക്കാറില്ല. കീഹോൾ സർജറി കൊണ്ട് പ്രമേഹത്തിൻ്റെ വിഷമങ്ങളെ കൊണ്ടുള്ള മറ്റ് പാർശ്വഫലങ്ങളും ഉണ്ടാവാറില്ല. Family Doctor, supported by VPS Lakeshore.